ഏറ്റവും ആദ്യം നൈറ്റിയെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ മേൽ വെച്ച് അളന്ന് നോക്കുക, അല്ലെങ്കിൽ വേറെ പാൻറ് ഉണ്ടെങ്കിൽ അത് വെച്ച് അളന്ന് നോക്കുക. അതായത് എവിടെയാണോ പാൻറ്റ് നമ്മൾ വേസ്റ്റിലിടുന്നത് അവിടുന്ന് കാലിൻ്റെ എത്ര ഇറക്കം വരെ വേണം, അത് -3 ഇഞ്ച് അത്രയും ലെങ്ത്തിലാണ് നൈറ്റിയുടെ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ നൈറ്റീനെ ഇങ്ങനെ നമ്മുടെ ലെങ്ത്ത്, കാലിന് വേണ്ട ലെങ്ത്ത് അനുസരിച്ച് രണ്ടാക്കിയതിൽ മേലത്തെ പോർഷനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന്ന് നമുക്ക് എലാസ്റ്റിക് വെക്കാനുള്ള ബെൽറ്റ്, വേസ്റ്റിൽ വെക്കാനുള്ള ബെൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നല്ല ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ കൈയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് നിവർത്തി വെച്ചിട്ട്, അതിൻ്റെ ഫ്രണ്ടിൽ സിപ്പുള്ളതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് നീളത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ബാക്കിലെ പീസിൽ നിന്ന് ഞാൻ സ്ട്രിപ്സ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിലെ പീസിൽ ഞാൻ നിവർത്തി വെച്ചിട്ട് മാക്സിമം ലെങ്ത്ത് എനിക്ക് 24 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 24 ഇഞ്ചിൽ 3 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് എത്ര നീളത്തിൽ കിട്ടുന്നോ അത്രയും നീളം എടുക്കാം. ആവശ്യമില്ലാത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഇതാ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 24 ഇഞ്ചിൽ 3 ഇഞ്ച് വീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മാക്സിയുടെ തുണിയുണ്ട്, അതിനനുസരിച്ചിരിക്കും. അപ്പോൾ കിട്ടുന്ന അത്രയും എടുക്കുക. എന്നിട്ട് ഇത് രണ്ടിനെയും കൂടി ഞാനിങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നീളത്തിൽ ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിപ്പായിട്ട് എടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതെടുക്കണം. കാലിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 4 ലെയർ ഉണ്ട്. ഞാൻ 2ആയി നീളത്തിൽ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് ക്രോച്ച് ഏരിയ നമുക്ക് മാർക്ക് ചെയ്യണം ഇവിടെ നിങ്ങോട്ട്. പിന്നെ ഈ വീതി ഉണ്ടല്ലോ അത് എത്രയാണോ മാക്സിയുടെ അളവിനനുസരിച്ച് കിട്ടുന്നത് അത്രയും മാക്സിമം എടുക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് മേലെ നിന്ന് താഴേക്ക് ഒരു 12-13 ഏകദേശമാണ് ഞാൻ എടുക്കുന്നത്. 11 തൊട്ടിട്ട് 13ൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ഈ സ്റ്റിച്ച് അഴിക്കുന്നില്ല കേട്ടോ, അത് വേണമെങ്കിൽ അഴിച്ച് നിവർത്തി വെച്ചിട്ട് അതും കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് പോകാനുള്ളതായതുകൊണ്ട് ഞാനത് അഴിക്കുന്നില്ല എന്ന് മാത്രം. ഇതിന് അത്യാവശ്യം വീതിയുണ്ട്. വീതി കമ്മിയായിട്ടുള്ള നൈറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റിച്ച് അഴിച്ചിട്ട് എടുക്കാം. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ മാക്സിമം കിട്ടുന്ന ഈ എൻഡിൽ നിന്ന് വെറുതെ അങ്ങ് ഒരു കർവായിട്ടങ്ങ് മുകളിലേക്ക് ഈ എൻഡിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ളൊരു പാൻറ്റ്, ഇതിപ്പോൾ പലാസോ പാൻറ്റ് തന്നെയാണ്, അങ്ങനത്തെ ഏത് പാൻറ്റിൻ്റെയും ആ ക്രോച്ച് ഏരിയ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ. ഫ്രണ്ടും ബാക്കും ചേർത്ത് മടക്കി വെച്ചിട്ട്, ഇതിപ്പോൾ ആ ക്രോച്ച് പോയിൻ്റാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്നത്, ഈ പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റ് വീതി കറക്റ്റാക്കി അപ്പുറത്തുനിന്ന് മടക്കി എൻ്റെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഈ എഡ്ജിൽ കൂടെ ഒരു 2 ഇഞ്ചോളം വീതി കൂട്ടിയിട്ടാണ് ഈ വര വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ട്രേസ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എക്സാക്ട്ലി അതേപോലെ എടുക്കരുത്, 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇതിൽ കൂടെ അങ്ങ് കർവ് വെട്ടിയിട്ട് അങ്ങ് ആ എൻഡ് വരെ അടിവരെ വെട്ടി കൊടുക്കുക. മാക്സിമം വീതിയിൽ അങ്ങനെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വീതിയിൽ നമുക്ക് ലെഗ് കിട്ടും. ഇനിയിപ്പോൾ ഇപ്പോൾ 2 പീസ് വെട്ടിയെടുത്തതാണ്. ഇപ്പോൾ ഇത് ഫ്രണ്ട് പീസും ഉണ്ട് ബാക്ക് പീസും ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ നിവർത്തി വെക്കുക. 2 പീസും നല്ല വശം ഫേസ് ടു ഫേസ് ചേർത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് വരാൻ പോണ പോർഷൻ. അപ്പോൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഈ ക്രോച്ച് ഏരിയ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെയും അതേപോലെ ബാക്കിലെയും ക്രോച്ച് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാണല്ലോ നമ്മുടെ വേസ്റ്റ്. ആ വേസ്റ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ നിവർത്തുകയാണ്. 2 കാലും ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ വിടർത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ തുന്നിയ ഈ വേസ്റ്റിലെ എൻ്റെ 2 തുന്നിൻ്റെയും പൊസിഷൻ നമ്മൾ ഒപ്പം ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കാലും ഇടത് കാലും വലത് കാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ ഈ ക്രോച്ച് ഏരിയയും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ക്രോച്ചിലെ എൻഡും 2 പോയിൻറ്റും ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. ആ 2 പോയിൻറ്റും ചേർത്ത് പിടിച്ചെടുത്ത് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം, അത് മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ ആ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റം വരാതെ നമ്മൾ ഇനി കാലുകൾ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് വേസ്റ്റിലെ ഇപ്പോൾ നമ്മൾ പോയിൻ്റായി 2 ഒപ്പം പിടിച്ചു, ക്രോച്ചിലെ പോയിൻ്റ് ഒപ്പം പിടിച്ചു. ഇനി നമ്മൾ ലെഗ് സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ക്രോച്ച് പോയിൻ്റ് വെത്തി തിരിച്ച് മറ്റേ കാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടലി അത് 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് നീളത്തിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 കാലും നമ്മുടെ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിലെ ബെൽറ്റ് വെക്കൽ മാത്രമേ ഉള്ളൂ പണി. അപ്പം ഞാൻ നല്ല വശമാണ് പുറത്തേക്കാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ 2 പീസുകൾ കിട്ടിയത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പരമാവധി ലെങ്ത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ജോയിൻറ്റ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ആ ജോയിൻറ്റും വേസ്റ്റിലെ ഒരു ജോയിൻറ്റും കൂടെ ഞാൻ ചേർത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് പിൻ ചെയ്ത് ഒരേപോലെ വക്കൊപ്പം വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല വശമാണ് ഫേസ് ടു ഫേസ് വെച്ചിട്ടുള്ളത്, അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ റൗണ്ടിൽ ഒരേ ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ അങ്ങ് ഫുള്ളായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അധികം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റേ വശത്തേക്കും അത് ചേർത്ത് ഇങ്ങനെ നീളത്തിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാലിൻ്റെ പീസിലെ ഈ മേലെ കാണുന്ന പീസിലെ നടുക്കിലെ സ്റ്റിച്ചിലേക്ക് ചേർത്ത് കിട്ടുന്ന രീതിയിൽ
അവിടെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പം നമ്മൾ എടുത്ത ഈ ബെൽറ്റിൻ്റെ പീസിൻ്റെ അവിടെ ഞാൻ ബെൽറ്റിൻ്റെ പീസിൽ മാത്രം 2 പീസും ചേർത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. താഴെ നമ്മുടെ ലെഗിൻ്റെ പീസിൽ ബോഡി പീസിൽ ഞാൻ ചേർത്ത് പിൻ ചെയ്യുന്നില്ല. ആ ലെങ്ത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് ബെൽറ്റിൻ്റെ പീസിൽ മാത്രമാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ വട്ടം കറക്റ്റായിട്ട് കിട്ടും, വേസ്റ്റിൻ്റെ വട്ടം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബോഡി പീസ് സെപ്പറേറ്റ് ആയിട്ട് ബെൽറ്റ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അധികം ഇത്തിരി ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ടേപ്പ് വെച്ച് അളന്നിട്ട് അതേ ലെങ്ത്തിൽ ബെൽറ്റ് അളന്നിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി അതും നമ്മൾ ആ സ്റ്റിച്ച് അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് ഇനി ഇതിവിടെ നമ്മൾ ഈ വക്കിലൂടെ പുറമേയുള്ള വക്കിലൂടെ അരയിഞ്ച് തുമ്പ് വിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെൽറ്റും ബോഡിയും കൂടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള ലൂപ്പായിട്ട് ബെൽറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിതിനെ നിവർത്തുകയാണ്. ഈ നിവർത്തി വെച്ചിട്ട് ഇനി അതിനെ നമുക്ക് മടക്കിയടിക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കിയടിക്കാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ബെൽറ്റ് പീസിൻ്റെ വക്കിനെ ഞാനൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുകയാണ് ആദ്യം. ഈ തുമ്പിനെ നമ്മൾ ഉള്ളിലേക്ക് വെക്കും. ബെൽറ്റിൻ്റെ വക്കിനെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കും. എന്നിട്ട് നേരത്തെ അടിച്ച തുമ്പിനെ മറയുന്ന രീതിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ത്രൂ ഔട്ട് ഈ വേസ്റ്റ് മുഴുവൻ ഈ ബെൽറ്റ് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ 2 അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ കാണാനുള്ള വൃത്തി ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ മുഴുവനായിട്ട് നമ്മൾ ഇനി ഇപ്പം നമ്മൾ മടക്കിയ എഡ്ജ് കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിക്കുമ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ ഒരളവ് വിടുക, നമുക്ക് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും വിട്ടിട്ട് ബാക്കി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനൊരു 3 ഇഞ്ച് വിട്ട് അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഒരു 28 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ്. വീതി കൂടിയതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പലാസോ പാൻസിന് 1.5 ഇഞ്ചിലുള്ള എലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ എനിക്ക് 33 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് അളവ് വരുന്നത്. ഞാൻ എവിടെയാണോ പാൻറ് ഇടുന്നത് എലാസ്റ്റിക് ബാൻഡ് വരേണ്ടത് അവിടുത്തെ അളവ് നമ്മൾ നോക്കുക. അതിനേക്കാൾ ഒരു 4 ഇഞ്ചോളം അളവ് കുറച്ചിട്ട് എലാസ്റ്റിക് എടുക്കുക എപ്പോഴും. എന്നിട്ട് ഞാനിത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്ത് ഇനി ഈ 2 എലാസ്റ്റിക്കിൻ്റെ 2 എൻഡും കൂടെ ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ 1 ഇഞ്ചോളം ചേർത്ത് അടിക്കുകയാണ്. ചേർത്തടിച്ച് ഇപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ ഈ അളവിലെടുത്താൽ. അതല്ല ഇത്തിരി ലൂസാവണം എന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കിന് ഒരു 3 ഇഞ്ചൊക്കെ കുറച്ചെടുത്താൽ മതി നമ്മളെ വേസ്റ്റ് അളവിനേക്കാൾ. അപ്പോൾ അത് അടിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, എലാസ്റ്റിക് ചേർത്തടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മളിട്ട ഈ ഓപ്പൺ ആക്കി ഇട്ട ഭാഗം കൂടെ നമുക്ക് അടച്ചു കൊടുക്കണം. അതിനായിട്ട് അവിടെ എലാസ്റ്റിക് ചേർക്കാതെ തുണിയിൽ മാത്രം നേരത്തെ അടിച്ച പോലെ അടിക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാൻഡ് റെഡിയായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ ഒരു 1/4 ഇഞ്ച് വീതി വിട്ട് 2 സ്റ്റിച്ച് നീളത്തിൽ ത്രൂ ഔട്ട് ബാൻഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ആവാതിരിക്കും. അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഉപയോഗിക്കാതിരിക്കുന്ന സാരി, നൈറ്റി, ലോങ് ഡ്രസ്സുകൾ എന്തും അങ്ങനെ ഇത്തിരി വീതിയിൽ തുണി കിട്ടുന്ന എന്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.